പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് അനശ്വരമായിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവും. അതിനാൽ ദൈവം നമ്മുടെ ആത്മാവിനെ അത്രമാത്രം മൂല്യം കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ദൈവം അത്രമാത്രം വേദനിക്കുന്നത്, കണ്ണീർ പൊഴിക്കുന്നത്. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ആത്മാവിൻ്റെ സ്വർഗീയ സൗന്ദര്യം നഷ്ടമാകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം ഒരു ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ അതീവ ദുഃഖിതനായി കണ്ണീർ പൊഴിക്കുന്നു. അവിടുന്ന് തൻ്റെ പ്രവാചകന്മാരോട് ആത്മാക്കളുടെ നഷ്ടത്തെക്കുറിച്ച് വിലപിച്ചു. ആമോസ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദൈവപിതാവിൻ്റെ വിലാപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമോസ് പ്രവാചകൻ പറയുന്നു, ദൈവത്തിൻ്റെ സ്വന്തം ജനം അവിടുത്തേക്കെതിരായി നിരവധി കുറ്റകൃത്യങ്ങൾ ദിനവും ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്ന ഞാൻ ദൈവത്തിൻ്റെ ക്രോധം അവർക്കു നേരെ പതിക്കാനൊരുങ്ങുന്നത് കണ്ടു. നരകത്തിൻ്റെ വിഹായുസ്സുകൾ അവരെ വിഴുങ്ങാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി. അവരുടെ അകൃത്യങ്ങളെക്കുറിച്ചോർത്ത് കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, രാവും പകലുമെന്നില്ലാതെ കഠിനമായ ഹൃദയവ്യതയോടെ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ഓർക്കുന്നു. ക്ഷീണം കാരണം ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ സ്വയം ഉണർത്തി ഹൃദയം നുറങ്ങുന്ന വേദനയാൽ കണ്ണീരൊഴുക്കി ഞാൻ നിലവിളിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ വ്രണപ്പെടുത്താത്ത ഒരാത്മാവ് പോലും ഇസ്രായേലിൽ അവശേഷിക്കുന്നില്ലേ? സങ്കടകരവും ഏറെ പരിതാപകരവുമായ അവസ്ഥയിൽ നിറഞ്ഞ് ഞാൻ കർത്താവിനോട് സംസാരിക്കും. അവിടുത്തെ സന്നിധിയിൽ കഠിനമായി നെടുവീർപ്പിടുകയും ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു, ഓ എൻ്റെ ദൈവമേ, അവർക്ക് മാപ്പ് ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നന്ദി കെട്ട ഈ ജനത്തിന് മാപ്പ് ലഭിക്കണമെങ്കിൽ അവരുടെ തെരുവുകളിലും പൊതു സംഘങ്ങളിലും ചെന്ന് നിന്റെ വിലാപം അവിടെ മുഴക്കുക. കച്ചവട സ്ഥാപനങ്ങളിലും പണിശാലകളിലും കയറി ചെല്ലുക. ന്യായാസനങ്ങളിലും ധനികരുടെ വീടുകളിലും ദരിദ്രരുടെ കുടിലുകളിലും നഗര കവാടത്തിനകത്തും പുറത്തും എവിടെ ചെന്നാലാണോ അവരെ കണ്ടെത്തുക അവിടെയെല്ലാം ചെന്ന് അവരോട് പറയുക, കർത്താവിനെതിരെ പാപം ചെയ്ത നിങ്ങൾക്ക് അയ്യോ ദുരിതം. ജെറമിയ പ്രവാചകൻ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ദൈവത്തിന് ഒരു ആത്മാവിൻ്റെ നഷ്ടം എത്രമാത്രം വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവാത്മാവിനാൽ പ്രചോദിതനായി ഒരു നിമിഷത്തിൽ പ്രവാചകൻ ഉദ്ഘോഷിക്കുന്നു, ഓ എൻ്റെ ദൈവമേ, എനിക്ക് എന്ത് സംഭവിക്കും? അങ്ങയുടെ വാക്ക് കേൾക്കുകയോ അങ്ങയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയരാവുകയോ ചെയ്യാത്ത നന്ദി കെട്ട ജനതയെ, അങ്ങയോട് മത്സരിക്കുന്ന ജനതയെ അങ്ങ് എൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഞാൻ എന്തു ചെയ്യും? കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, അവരുടെ ആത്മാക്കളുടെ നഷ്ടത്തിൽ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുവെന്ന് അവരെ കാണിക്കാൻ നീ നിന്റെ തലമുടികൾ പിഴുതെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളയുക. ഈ ജനത്തിൻ്റെ പാപങ്ങൾ അവരെ ഉപേക്ഷിക്കാൻ എന്നെ നിർബന്ധിച്ചിരിക്കുന്നു. അവരെ ഉപേക്ഷിക്കുക. എൻ്റെ കോപം അവരുടെ ആത്മാക്കളുടെ ഉള്ളിൽ ജ്വലിച്ചിരിക്കുന്നു. പാപം മൂലം ദൈവകോപം ജ്വലിക്കുകയെന്നാൽ അത് ഹൃദയത്തിൻ്റെ മാരകമായ രോഗാവസ്ഥയാണ്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ ജനത്തിനെതിരായുള്ള അങ്ങയുടെ കോപം ശമിപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി നിർത്താതെ കരയുക. കണ്ണുനീരുകൊണ്ട് നിന്റെ മുഖം മൂടപ്പെടട്ടെ. നിങ്ങളുടെ പാപങ്ങൾ കണ്ണുനീരിൽ മുങ്ങിപ്പോകും. പ്രിയ സഹോദരരെ, നിങ്ങളുടെ ആത്മാവിൻ്റെ നഷ്ടം ദൈവത്തിന് എത്രമാത്രം വേദനയുണ്ടാക്കുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ദൈവം അത്രമേൽ സ്നേഹിക്കുന്ന ആത്മാവിനെ നശിപ്പിക്കുമ്പോൾ നാം എത്രമാത്രം ദൗർഭാഗ്യരായിത്തീരുന്നുവെന്ന് നമ്മൾ കണ്ടില്ലേ? ആത്മാക്കളുടെ നഷ്ടത്തിൽ കഠിനവേദനയാൽ ദുഃഖിച്ച ദൈവം കരയാൻ പ്രവാചകന്റെ കണ്ണുകൾ കടം വാങ്ങുന്നു. ദൈവം തൻ്റെ പ്രവാചകനായ ജോയലിനോട് പറഞ്ഞു, തൻ്റെ ഏക ആശ്വാസമായിരുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ട് എല്ലാവിധ ദുരിതങ്ങൾക്കും വിധേയയായ യുവതിയായ ഭാര്യയെപ്പോലെ ആത്മാക്കളുടെ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് കരയുക. നമ്മുടെ ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു എന്തു വില കൊടുത്തു എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ
അവിടുത്തെ ലളിതമായ ജനനം മുതൽ കാൽവരിയിലെ അവിടുത്തെ അവസാന ശ്വാസം വരെ പരിഗണിക്കുകയാണെങ്കിൽ ഒരു ദൈവപുത്രൻ്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ അനന്തമായ മൂല്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. കാരണം അവിടുന്ന് ചെയ്തത് നമ്മുടെ ആത്മാക്കളെ വീണ്ടെടുക്കലാണ്. അതെ, അതാണ് നമ്മുടെ ആത്മാക്കൾക്ക് നൽകിയ വില. നേരെ മറിച്ച് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാൻ പിശാച് എന്തു ചെയ്യുന്നു എന്നത് പരിശോധിക്കുമ്പോൾ ഒരു ആത്മാവിനെ നശിപ്പിക്കാൻ അവൻ തൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ആത്മാവ് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന്. പക്ഷേ അതിലേക്ക് നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അവനോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നാമെന്നും ക്രിസ്തുവിൻ്റെ കൃപയാൽ നമുക്കവനെ മറികടക്കാമെന്നും മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്: മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? പ്രിയ സഹോദരരെ, നമ്മുടെ ആത്മാവിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും വലിയ നിധി പോലെ അതിനെ സൂക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം. പാപം മൂലം അതിനെ കളങ്കപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ നാം അനുവദിക്കരുത്. പാപം നമ്മുടെ സുന്ദരമായ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമെന്ന് നമുക്കറിയാം. അതിനെ കാത്തു സൂക്ഷിക്കുന്നതിനായി എല്ലാ മാരക പാപങ്ങളും ഒഴിവാക്കുക മാത്രമല്ല, സ്വർഗത്തിലേക്ക് അതിനെ കരയേറ്റുന്നതിനായി ബോധപൂർവമുള്ള എല്ലാ ലഘുപാപങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും ഒഴിവാക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അങ്ങനെ നമ്മുടെ ആത്മാവിനെ അതിൻ്റെ ഭവനത്തിൽ അതിൻ്റെ പ്രതിഫലം നേടിക്കൊണ്ട് ദൈവത്തിൻ്റെ നിത്യമഹത്വത്തിൻ്റെ ശാശ്വതമായ നേരനുഭവം ആസ്വദിക്കുന്നതിനായുള്ള അതിൻ്റെ വിധിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് അനുവദിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.